ആയത്തുൽ കുർസി നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അഴലമായ ആയത്താണ് ആയത്തുൽ കുർസി. എന്നാൽ ആ ആയത്തുൽ കുർസി 10 തവണ ഓതിക്കൊണ്ട് നമുക്ക് 10 നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ആ 10 നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുകയും ആ 10 നേട്ടങ്ങൾ മനസ്സിലാക്കുകയും ആ നേട്ടങ്ങൾ നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാനുള്ള നേട്ടങ്ങളാണ്. വീഡിയോ കണ്ടു നോക്കുകയും ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളിൽ ഒന്നാണ് ആയത്തുൽ കുർസി എന്ന് നമുക്കറിയാം. ആ ആയത്തുൽ കുർസിയെ നാം എല്ലാ ദിവസവും അസ്ർ നിസ്കാര ശേഷം, അസ്റിന് ശേഷമുള്ള ഒരു പ്രാവശ്യം നാം ആയത്തുൽ കുർസി ഓതാറുണ്ട്. ആ ആയത്തുൽ കുർസിന് പുറമെ അതിൻ്റെ ഔറാദുകളും പ്രാർത്ഥനയുമൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പായിക്കൊണ്ട് 10 തവണ നാം ആയത്തുൽ കുർസിയെ നിത്യവും പാരായണം ചെയ്യുകയാണെങ്കിൽ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 10 നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. നാം ഓതുന്ന സമയത്ത് ഈ 10 നേട്ടങ്ങൾ എനിക്ക് കരസ്ഥമാകണമെന്ന നിയ്യത്തോടുകൂടി നാം ഓതാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. തൗബത്തുൻ ഖബ്ലൽ മമാത്ത്. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ളതായിരിക്കുന്ന അവസരം അല്ലാഹു തആല നമുക്ക് ഉണ്ടാക്കി തരുമെന്നുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പ് അവൻ തൗബ ചെയ്തിട്ടേ മരിക്കൂ. 10 തവണ നിത്യവും ആയത്തുൽ കുർസി ഓതുന്നവനിക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണത്. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടേ അവൻ മരണപ്പെടുകയുള്ളൂ. ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള മരണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപകട മരണങ്ങൾ, അറ്റാക്കുകൾ, പെട്ടെന്നുള്ള മരണങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല പൂർണ്ണ ഈമാനോട് കൂടിയുള്ള തൗബയോടുകൂടിയുള്ള മരണം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ബറക്കത്തുൻ ഫിർ റിസ്ഖ്. അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു തആല വിശാലത ചെയ്യും, ബറക്കത്ത് ചെയ്യും. അവന്റെ സമ്പത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും. നമുക്ക് ഒരുപാട് ശമ്പളം കിട്ടുന്ന മനുഷ്യൻ എൻ്റെ ശമ്പളം ഓരോ മാസത്തേക്കും തികയുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. ഓരോ മാസവും കടം വാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നു. എൻ്റെ സമ്പത്തിൽ ബറക്കത്തില്ല, എൻ്റെ സമ്പത്ത് തികയുന്നില്ല എന്ന് പറയുന്നവർ ഇങ്ങനെ ചെയ്തു നോക്കുക. അല്ലാഹു തആല അവനിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണോ, അവനിക്ക് ലഭിക്കുന്ന പണം എത്രയാണോ, അവന്റെ ഭക്ഷണം എത്രയാണോ, അതിൽ അല്ലാഹു തആല അവനിക്ക് ബറക്കത്ത് ചെയ്തു കൊടുക്കും. അതിൽ ബറക്കത്ത് ലഭിക്കുന്നതോടുകൂടെ അത് അവനിക്ക് മതിയാകും. അല്ലാഹു തആല ആ രൂപത്തിലേക്ക് അവനെ മാറ്റിയെടുക്കും. 10 തവണ ആയത്തുൽ കുർസി അസ്റിന് ശേഷം എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മൂന്നാമത്തെ നേട്ടം പഠിപ്പിക്കുന്നത് സലാമത്തുൻ ഫീ ബദനിഹി. അവന്റെ ശരീരത്തിന് അല്ലാഹു തആല സംരക്ഷണം നൽകുമെന്നാണ്. ആരോഗ്യം, അവൻ രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല അവനിക്ക് സംരക്ഷണം നൽകും. ഇനി രോഗങ്ങൾ വന്നാൽ തന്നെ അവന്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ആഫിയത്ത് അല്ലാഹു തആല അവനിക്ക് നൽകും. സ്വന്തം മക്കളോട്, അതല്ലെങ്കിൽ സ്വന്തം പെൺമക്കളോട്, വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന തന്റെ മരുമക്കളോടൊക്കെ എന്നെ ഒന്ന് പിടിക്കൂ എന്ന് പറയേണ്ട ഒരവസ്ഥ ഇല്ലാതെ അവന്റെ ശരീരത്തിന് അല്ലാഹു തആല സലാമത്ത് നൽകുമെന്നാണ്. നാലാമത്തത് മഹാന്മാര് പഠിപ്പിക്കുന്നു മഹബ്ബത്തുൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല അവനിക്ക് ഒരു സ്ഥാനം, ഒരു മഹബ്ബത്ത് കൊടുക്കും. എല്ലാ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലും ഈ മനുഷ്യനോട് ഒരു മഹബ്ബത്ത് ഉണ്ടാകും, ഒരു സ്നേഹമുണ്ടാകും. ആ ഹാജിയാര് അങ്ങനെയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. മരണപ്പെട്ടാലും ജനങ്ങൾ നല്ലത് പറയുന്ന ഒരു മഹബ്ബത്ത്, ഒരു സ്നേഹം മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കും. ഇന്നാലിന്ന
ആജിയാരുടെ ഭാര്യ നല്ല വ്യക്തിയായിരുന്നു, ആളുകളെ സ്നേഹിച്ചിരുന്ന, നല്ലത് മാത്രം ജനങ്ങൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സ്ഥാനം, നമ്മോടുള്ളൊരു മഹബത്ത് അല്ലാഹു തആല എല്ലാ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലും അല്ലാഹു തആല ഇട്ടുകൊടുക്കും. ആ മുഅ്മിനീങ്ങളിൽ മുത്തുനബി പെടും, സ്വഹാബത്ത് പെടും, വലിയ വലിയ ഔലിയാക്കള് എല്ലാവരും മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടും. അപ്പൊ അവരിലേക്കൊക്കെ ഒരു മഹബത്ത് അല്ലാഹു തആല ഇട്ടുകൊടുക്കുമെന്നാണ്. അഞ്ചാമത്തത് പഠിപ്പിക്കുന്നത് യഖീനുൻ ബിലാ ശഖ്, അല്ലാഹുവിൽ യാതൊരു സംശയവും അവനിക്കുണ്ടാവൂല. അല്ലാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം അവനിക്ക് ഉണ്ടാവുകയേയില്ല. അത്തരത്തിലുള്ളൊരു ചിന്ത പോലും അവന്റെ മനസ്സിലേക്ക് വരികയില്ല. അത്രമാത്രം ഉറപ്പ് അല്ലാഹുവിനെ കുറിച്ച് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരും. ആറാമത്തത് പഠിപ്പിക്കുന്നത് ഖുറൂജുർ റൂഹ് മഅ ശഹാദ. മാഷാ അല്ലാഹ്, ഷഹാദത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും അവന്റെ റൂഹ് അവനിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടാണ് അവന്റെ റൂഹ് അവനിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നത് എന്നാണ്. വലിയ നേട്ടമാണ് അല്ലാഹു തആല നമുക്ക് 10 തവണ ആയത്തുൽ കുർസി അസ്റിന് ശേഷം പതിവാക്കിയാൽ നൽകുന്ന പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏഴാമത്തെ പ്രതിഫലം പഠിപ്പിക്കുന്നത് യുവസ്സിഉല്ലാഹു ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ അല്ലാഹു തആല വിശാലത നൽകും. ഇടുങ്ങിയ ഖബറിലേക്ക് അങ്ങ് വെക്കുന്ന ഓരോ മനുഷ്യന്റെ ശരീരവും ഖബറൊന്ന് രുചി നോക്കും, ആ മണ്ണ് ഒന്ന് രുചി നോക്കും. നാം ആദ്യമായി കാണുന്ന, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നാം കാണുമ്പോൾ ആ സുഹൃത്തിനെ നാം ആലിംഗനം ചെയ്യാറുണ്ട്, ഒന്ന് കൂട്ടിപ്പിടിക്കാറുണ്ട്. അതുപോലെ ഖബറിലേക്ക് എത്തുന്ന സമയത്ത് തന്റെ മണ്ണിലേക്കെത്തുന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഖബറൊന്ന് കൂട്ടിപ്പിടിക്കുമ്പോൾ അവന്റെ വാരിയെല്ലുകൾ ഇടുങ്ങുന്ന വിധം, കോർക്കുന്ന വിധം ഖബർ അവനെ കൂട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ടെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഖബർ അവനിക്ക് വിശാലത നൽകുമെന്ന് ഈ 10 തവണ ആയത്തുൽ കുർസി ഓതുന്നവനിക്ക് അല്ലാഹു തആല നൽകുകയാണ്. എട്ടാമത്തെ പ്രതിഫലം യമുറു അലാ സിറാത്തിൻ ബിത്വാഹിറ, സിറാത്ത് പാലത്തിലൂടെ പക്ഷികളെ പോലെ അവൻ പറന്നു നടക്കാൻ കഴിയുമെന്നാണ്. സിറാത്ത് പാലത്തിലൂടെ പക്ഷികളെ പോലെ അവൻ പറന്നു പോകും. സിറാത്ത് പാലത്തില് വർഷങ്ങളോളം സിറാത്ത് പാലത്തിലൂടെ നടന്ന് ഇഴഞ്ഞ് നീങ്ങി പ്രയാസപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന വ്യക്തികളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവൻ സിറാത്ത് പാലത്തിലൂടെ നടക്കാതെ പക്ഷികളെ പോലെ പാറി നടന്നുകൊണ്ട് അവന് സിറാത്ത് പാലം വിട്ടുകിടക്കാൻ കഴിയുന്ന എട്ടാമത്തെ പ്രതിഫലം. ഒൻപതാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് അവനിക്ക് യുഅ്തില്ലാഹു കിതാബഹു ഫീ യമീനിഹി, അവന്റെ വലത് കയ്യിൽ അല്ലാഹു തആല കിതാബ് നൽകപ്പെടും. വലത് കയ്യിൽ കിതാബ് ലഭിച്ചവരാണ് വിജയിച്ചവർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നമുക്കൊക്കെ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ്, ആ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നവരാണ് അസ്ർ നിസ്കാര ശേഷം 10 തവണ ആയത്തുൽ കുർസി പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. 10ാമത്തെ പ്രതിഫലം യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, യാതൊരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാൻ കഴിയുക. കാരണം അവൻ പാരായണം ചെയ്യുന്നത് അല്ലാഹുവിന്റെ നാമങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിയിനെയാണ് അവൻ പാരായണം ചെയ്യുന്നത്. എല്ലാ ദിവസവും അസ്റിന് ശേഷം 10 തവണ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ നിന്ന് 10ാമത്തതാണ് യാതൊരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.
നമുക്ക് ഈ 10 തവണ എല്ലാ ദിവസവും ആയത്തുൽ കുർസി പതിവാക്കാൻ കുറഞ്ഞ സമയമേ ആവശ്യമുള്ളൂ. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്നും കൂടുതൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ നല്ല അറിവുകളും പറഞ്ഞു തരാനുള്ള തൗഫീഖും ആരോഗ്യവും അല്ലാഹു തആല നിലനിർത്തി തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി, നിങ്ങളെല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.